രാമായണം രാമസേതുവിന്റെ നിർമ്മാണ ചരിത്രത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് നേട്ടങ്ങളിലൊന്നായി വിശേഷിപ്പിക്കുന്നു. സാധാരണ മനുഷ്യരല്ല, മറിച്ച് ശ്രീരാമന്റെ മാർഗനിർദ്ദേശത്തിൽ വാനരന്മാർ നിർമ്മിച്ചതാണ്. എന്നാൽ 5 ദിവസത്തിനുള്ളിൽ സമുദ്രത്തിനു മുകളിലൂടെ ഒരു പാലം പണിയാൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞു? സമുദ്രം കടന്ന് ലങ്കയിലേക്ക് രാമനും സൈന്യവും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരത്ത് എത്തിയപ്പോൾ അവർക്ക് അസാധ്യമായ ഒരു ജോലി നേരിടേണ്ടി വന്നു. സീതയെ തടവിലാക്കിയ ലങ്കയിൽ എങ്ങനെ എത്തിച്ചേരാം? ഒരു മുഴുവൻ സൈന്യത്തിനും മതിയായ വലിപ്പമുള്ള ബോട്ടുകൾ ഇല്ലാത്തതിനാൽ രാമൻ മാർഗനിർദ്ദേശത്തിനായി സമുദ്രദേവനായ വരുണനോട് പ്രാർത്ഥിച്ചു. 3 ദിവസത്തെ തപസ്സിനു ശേഷം സമുദ്രദേവൻ പ്രത്യക്ഷപ്പെട്ട് രാമനോട് പറഞ്ഞു, വാനരന്മാരിൽ ഏറ്റവും വലിയ ശില്പിയായ നളന്റെ സഹായത്തോടെ നീ ഒരു പാലം പണിയണം. വിശ്വകർമാവിന്റെ മകൻ നളൻ മുന്നോട്ട് വന്നു. വാനരന്മാർ അവരുടെ മഹത്തായ ദൗത്യം ആരംഭിച്ചു. വാനരന്മാർ വലിയ പാറക്കല്ലുകളും മരക്കൊമ്പുകളും വഹിച്ചുകൊണ്ട് സമുദ്രത്തിലേക്ക് എറിയുന്നതിനു മുമ്പ് അവർ ഓരോ കല്ലിലും രാമൻ എന്ന പേര് എഴുതി. അത്ഭുതകരമായി കല്ലുകൾ മുങ്ങിയില്ല, അവ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. ഇന്നത്തെ ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഇത് പ്യൂമിസ് കല്ലുകൾ മൂലമാകാം. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിയുന്ന ഒരു അഗ്നിപർവ്വത പാറ. എന്നിരുന്നാലും ആ പ്രദേശത്തിന് സമീപം സജീവമായ ഒരു അഗ്നിപർവ്വതവുമില്ല. ഇത് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു. വാനരന്മാർ രാവും പകലും അധ്വാനിച്ചു. ഏകദേശം 48 കിലോമീറ്റർ നീളമുള്ള ഒരു പാലം നിർമ്മിച്ചു. ഇത് പാളികളായി നിർമ്മിച്ചു. വലിയ പാറകൾ അടിത്തറ രൂപപ്പെടുത്തി ചെറിയ കല്ലുകളും മരകഷ്ണങ്ങളും കൊണ്ട് മൂടിയ ശക്തമായ ഒരു പാത സൃഷ്ടിച്ചു. രാമായണം അനുസരിച്ച് നിർമ്മാണം 5 ദിവസം മാത്രമേ നീണ്ടുനിന്നുള്ളൂ. അതിനുശേഷം രാമനും സൈന്യവും ലങ്കയിലേക്ക് നടന്നു. പാലം വളരെ ശക്തമായിരുന്നു. അത് രാമന്റെ യുദ്ധ ആനകളെയും പട്ടാളക്കാരെയും രഥങ്ങളെയും ചെറുത്തുനിന്നു. സമുദ്രം കടന്ന് രാവണനെ പരാജയപ്പെടുത്താൻ അവരെ അനുവദിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നാസ ഉപഗ്രഹ ചിത്രങ്ങൾ രാമസേതുവിന്റെ കൃത്യമായ സ്ഥലവുമായി പൊരുത്തപ്പെടുന്ന വെള്ളത്തിനടിയിലുള്ള കരരൂപീകരണം കണ്ടെത്തി. ചിലർ ഇത് ഒരു സ്വാഭാവിക രൂപീകരണമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർ ഇത് ഒരു പുരാതന നാഗരികതയുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ തെളിവാണെന്ന് വാദിക്കുന്നു. സത്യം സമുദ്രത്തിനടിയിൽ മറഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. ദൈവിക അത്ഭുതമോ പുരാതന സാങ്കേതിക അത്ഭുതമോ ആകട്ടെ, രാമസേതു ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? രാമസേതു ദൈവിക ശക്തികളാൽ നിർമ്മിച്ചതാണോ? ഒരു വികസിത നാഗരികതയാണോ? അതോ അത് വെറും ഒരു കെട്ടുകഥയാണോ? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യുക.